ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പരപ്പൻപാറ മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി, 2 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ഒപ്പം തന്നെ മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് 2 മൃതദേഹങ്ങളുടെ സാന്നിധ്യത്തിൽ കടാവേർ നായകൾ മണത്തറിഞ്ഞതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, നിലവിൽ ഈ പരപ്പൻപാറയിലെ 2 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തിയെന്നുള്ളത് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് ഈ വാർത്ത നമുക്ക് ലഭിച്ചത്? അത് അവിടെ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ ഈ ദുരന്ത സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നൽകിയ വിവരമാണോ? എങ്ങനെയാണ് ഇനി മൃതദേഹം കരയിലേക്ക് എത്തിക്കുക? ഈ പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകാൻ എന്ത് നടപടികളാണ് ഇനി എടുക്കാൻ പോകുന്നത്? അവിടേക്ക് ഹെലികോപ്റ്റർ എത്തിക്കേണ്ട സാഹചര്യമുണ്ടോ നിലവിൽ? സിജു, സൂചിപ്പാറയിലെ പരപ്പൻപാറ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നുണ്ട്. 12ഓളം പേരാണ് ആ സംഘത്തിലുള്ളത്. ആ സംഘമാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ലഭിച്ച വിവരമനുസരിച്ച് 2 മൃതദേഹങ്ങളും 2 മൃതദേഹങ്ങളുടെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 മൃതദേഹങ്ങളും 1 ശരീര അവശിഷ്ടവുമാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ സന്തോഷം, അത് നേരത്തെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ വിവരം 2 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും എന്നതായിരുന്നു. ഇപ്പോൾ 3 മൃതദേഹം എന്ന തരത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. 3 മൃതദേഹം 1 ശരീരഭാഗം. ആ രീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ നൽകിയിരിക്കുന്ന വിവരം. ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ആ കാര്യത്തിൽ ഉണ്ടാകണം. അവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ സംഘത്തിലുള്ള ഒരാൾ നൽകിയ വിവരം അനുസരിച്ചാണ് 3 മൃതദേഹങ്ങളും 1 മൃതദേഹ ഭാഗവുമാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇത് വനമേഖലയാണ്. അവിടെ നിന്നും ഇനി ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹെലികോപ്റ്റർ എയർലിഫ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് ചാലിയാറിൽ ഒഴുകിപ്പോയ മൃതദേഹങ്ങളായിരിക്കാം, മണ്ണിനടിയിൽ പെട്ടതല്ല. അതെ, ഞാൻ ശരി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഇങ്ങനെ പറയും. സിജു, വ്യക്തമാണോ സിജു? സന്തോഷ്, ചോദ്യം കേട്ടില്ല എന്ന് തോന്നുന്നു. നിലവിൽ കരയിൽ അല്ല ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചാലിയാറിന്റെ കൈവഴികൾ, ചാലിയാർ ഒഴുകിയ സ്ഥലത്ത് നിന്നാണ്, കരയിൽ ചാലിയാറിന്റെ തീരത്ത് നിന്നാണോ മൃതദേഹം കണ്ടെത്തിയത്? ഈ മേഖല എന്ന് പറയുന്നത്, സൂചിപ്പാറ വനമേഖല എന്ന് പറയുന്നത് അരുണപ്പുഴ ചാലിയാറിൽ ചെന്ന് ചേരുന്ന ഭാഗമാണ്. അതിനോട് ചേർന്നുള്ള തീരത്ത് വനമേഖലയിലാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെ സന്നദ്ധ പ്രവർത്തകർ, ഇന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ ജനകീയമായിട്ടുള്ള തിരച്ചിലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ, അനൗദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് 3 മൃതദേഹങ്ങളും 1 മൃതദേഹ അവശിഷ്ടവും മൃതദേഹത്തിന്റെ ഭാഗങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പറയുന്ന മറ്റൊരു കാര്യം, പല സ്ഥലങ്ങളിൽ നിന്നും രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സംഘങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടതായി വരും. കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടതായി വരും. വളരെ ദുഷ്കരമായി മാത്രം തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണത്. സൂചിപ്പാറയിലെ ഈ സ്ഥലം വനമേഖലയാണ്. വലിയ ചെങ്കുത്തായ ഇറക്കങ്ങളും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈറൻ വാലിയിൽ നിന്നുള്ള സംഘം ഹെലികോപ്റ്ററിൽ ആ ഭാഗത്തെല്ലാം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സന്നദ്ധ പ്രവർത്തകർ, പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ നടത്തിയ തിരച്ചിലിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിനായി മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. സിജു, സന്തോഷ്, നിലവിൽ ഇന്ന് കരയിലെ ഈ തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ ADGP തന്നെ കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്തത്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്നാണ്, വനമേഖലയ്ക്കടുത്ത് നിന്നാണ് ഈ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇനിയും അവിടെ രൂക്ഷഗന്ധം പുറത്തു വരുന്നുണ്ട്. അവിടെ വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതായത് ഇതുവരെ നടത്തിയ തെരച്ചിലെല്ലാം വളരെ കൃത്യം തന്നെയായിരുന്നു ഇന്നത്തോടുകൂടി. കാരണം വിവിധ ഘട്ടങ്ങളിൽ ഓരോ സ്ഥലത്തും 3, 4, 5, 6 പ്രാവശ്യമാണ് ഇതുവരെ തെരച്ചിൽ നടത്തിയത്. ഇന്ന് സമഗ്രമായ തെരച്ചിൽ, ജനകീയ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇനി തിരയേണ്ടത് 6 സോണുകളിൽ പ്രധാന സോൺ എന്ന് പറയുന്നത് നദിയുമായി ചാലിയാറിൻ്റെ തീരങ്ങളിൽ, ചാലിയാറിൻ്റെ കൈവഴികളിൽ ആണ് പരിശോധന നടത്തേണ്ടത്. ആ പരിശോധനയിൽ തന്നെയാണ് ഇന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. ഇനി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. തീർച്ചയായും സിജു, ഏറ്റവും പ്രധാനപ്പെട്ട ഇനി തിരച്ചിൽ നടത്തേണ്ടത് ആ മേഖലയിൽ തന്നെ ആയിരിക്കും. കാരണം ഇതുവരെയും കൂടുതൽ ഈ ചാലിയാറിന്റെ ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ 3 മൃതദേഹങ്ങളും 1 ശരീരഭാഗവും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം. അതായത് ഈ സൂചിപ്പാറ മുതൽ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്, അവിടെ അരുണപ്പുഴ ഈ ചാലിയാറിൽ ചെന്ന് ചേരുന്ന
സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം സൈറൻ വാലി മേഖലയിൽ ഹെലികോപ്റ്റർ സംഘം അവിടെ ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് ദൗത്യ സംഘം തിരച്ചിൽ നടത്തിയ പ്രദേശമാണ്. അതിന്റെ അല്പം കൂടി മാറിയിട്ടുള്ള താഴേക്കുള്ള പ്രദേശമാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പ്രദേശം. സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പല ഭാഗത്തു നിന്നും രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട് എന്നുള്ളത് സന്നദ്ധ പ്രവർത്തകർ അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ആ മേഖലയിലേക്ക് എത്തേണ്ടി വരും.